ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള ശാസ്ത്രം, രാഷ്ട്രീയം, സാമ്പത്തികം, കല, കായികം എന്നിവ എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ടോപ്പിക്കാണ്. LGSകാർക്ക് ഇത് വളരെ പ്രയോജനപ്പെടുന്നൊരു ക്ലാസ്സാണ്. അതുകൊണ്ട് ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒന്നാം ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച സീറ്റുകളുടെ എണ്ണം 364. ഒന്നാം ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച സീറ്റുകളുടെ എണ്ണം 364. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭഭായ് പട്ടേൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭഭായ് പട്ടേൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ആരായിരുന്നു? ബൽദേവ് സിംഗ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ആരായിരുന്നു? ബൽദേവ് സിംഗ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി RK ഷൺമുഖം ചെട്ടി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ഷൺമുഖം ചെട്ടി. ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ശ്യാം സരൺ നേഗി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ശ്യാം സരൺ നേഗി. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റ് ആചാര്യ നരേന്ദ്രദേവ്. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റ് ആചാര്യ നരേന്ദ്രദേവ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ പിളർപ്പുണ്ടായ വർഷം 1964. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ പിളർപ്പുണ്ടായ വർഷം 1964. 1959 രൂപവത്കൃതമായ സ്വതന്ത്ര പാർട്ടിയുടെ സ്ഥാപകൻ C. രാജഗോപാലാചാരി. 1959 രൂപവത്കൃതമായ സ്വതന്ത്ര പാർട്ടിയുടെ സ്ഥാപകൻ C. രാജഗോപാലാചാരി. സ്വതന്ത്ര ലേബർ പാർട്ടിയുടെ സ്ഥാപകൻ ഡോക്ടർ BR അംബേദ്കർ. സ്വതന്ത്ര ലേബർ പാർട്ടിയുടെ സ്ഥാപകൻ ഡോക്ടർ BR അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി ഡോക്ടർ BR അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി ഡോക്ടർ BR അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 2 പ്രാവശ്യം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ഏക വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 2 പ്രാവശ്യം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ഏക വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദക്ഷിണേന്ത്യക്കാരനായ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ S. രാധാകൃഷ്ണൻ. ദക്ഷിണേന്ത്യക്കാരനായ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ S. രാധാകൃഷ്ണൻ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈൻ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈൻ. ഏറ്റവും കുറച്ചുകാലം രാഷ്ട്രപതിയായിരുന്ന വ്യക്തി ഡോക്ടർ സക്കീർ ഹുസൈൻ. ഏറ്റവും കുറച്ചുകാലം രാഷ്ട്രപതിയായിരുന്ന വ്യക്തി ഡോക്ടർ സക്കീർ ഹുസൈൻ. രാഷ്ട്രപതിയായ ഏക മലയാളി ആരായിരുന്നു? KR നാരായണൻ.
രാഷ്ട്രപതിയായ ഏക മലയാളി ആരായിരുന്നു? KR നാരായണൻ. ദളിത് വിഭാഗത്തിൽ നിന്ന് രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി? KR നാരായണൻ. ദളിത് വിഭാഗത്തിൽ നിന്ന് രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി? KR നാരായണൻ. ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യൻ പ്രസിഡന്റായ വ്യക്തി? നീലം സഞ്ജീവ റെഡ്ഡി. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യൻ പ്രസിഡന്റായ വ്യക്തി? നീലം സഞ്ജീവ റെഡ്ഡി. നിലവിലെ ഇന്ത്യൻ രാഷ്ട്രപതി? രാംനാഥ് കോവിന്ദ്. നിലവിലെ ഇന്ത്യൻ രാഷ്ട്രപതി? രാംനാഥ് കോവിന്ദ്. ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി? ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി? ജവഹർലാൽ നെഹ്റു. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. വിദേശത്ത് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി? ലാൽ ബഹദൂർ ശാസ്ത്രി. വിദേശത്ത് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി? ലാൽ ബഹദൂർ ശാസ്ത്രി. ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? PV നരസിംഹറാവു. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? PV നരസിംഹറാവു. ഇന്ത്യയുടെ 50-ാം സ്വാതന്ത്ര്യ വാർഷിക സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? IK ഗുജ്റാൾ. ഇന്ത്യയുടെ 50-ാം സ്വാതന്ത്ര്യ വാർഷിക സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? IK ഗുജ്റാൾ. ഒന്നാം കേരള നിയമസഭയിലെ പ്രോടൈം സ്പീക്കർ? റോസമ്മ പുന്നൂസ്. ഒന്നാം കേരള നിയമസഭയിലെ പ്രോടൈം സ്പീക്കർ? റോസമ്മ പുന്നൂസ്. ഒന്നാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തി ആരായിരുന്നു? റോസമ്മ പുന്നൂസ്. ഒന്നാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തി ആരായിരുന്നു? റോസമ്മ പുന്നൂസ്. കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ? R ശങ്കരനാരായണൻ തമ്പി. കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ? R ശങ്കരനാരായണൻ തമ്പി. കേരള നിയമസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ്? PT ചാക്കോ. കേരള നിയമസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ്? PT ചാക്കോ. കേരള നിയമസഭയിലെ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി? വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ്. കേരള നിയമസഭയിലെ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി? വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ്. കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തി? റോസമ്മ പുന്നൂസ്. കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തി? റോസമ്മ പുന്നൂസ്. കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം ലഭിച്ച ആദ്യ വ്യക്തി? BR കൃഷ്ണനയ്യർ. കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം ലഭിച്ച ആദ്യ വ്യക്തി? BR കൃഷ്ണയ്യർ. വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? മന്നത്ത് പത്മനാഭൻ. വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? മന്നത്ത് പത്മനാഭൻ. ഇന്ത്യയിൽ ഭരണഘടനയുടെ 356-ാം അനുച്ഛേദത്തിൻ്റെ
പ്രയോഗത്തിലൂടെ അധികാരം നഷ്ടപ്പെട്ട ആദ്യത്തെ മുഖ്യമന്ത്രി? EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യയിൽ ഭരണഘടനയുടെ 356 അനുച്ഛേദത്തിൻ്റെ പ്രയോഗത്തിലൂടെ അധികാരം നഷ്ടപ്പെട്ട ആദ്യത്തെ മുഖ്യമന്ത്രി? EMS നമ്പൂതിരിപ്പാട്. ഒന്നാം കേരള നിയമസഭ പിരിച്ചുവിട്ടതെന്ന്? 1959 ജൂലൈ 31. ഒന്നാം കേരള നിയമസഭ പിരിച്ചുവിട്ടതെന്ന്? 1959 ജൂലൈ 31. കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി? R. ശങ്കർ. കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി? R. ശങ്കർ. കേരളത്തിൽ എത്ര തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്? 7. കേരളത്തിൽ എത്ര തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്? 7. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള നിയമസഭാ സ്പീക്കർ? CD സാഹിബ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള നിയമസഭാ സ്പീക്കർ? CD സാഹിബ്. പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ കേരള നിയമസഭാ സ്പീക്കർ? G. കാർത്തികേയൻ. പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ കേരള നിയമസഭാ സ്പീക്കർ? G. കാർത്തികേയൻ. സംസ്ഥാന ചരിത്രത്തിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ മന്ത്രി ആരായിരുന്നു? VK വേലപ്പൻ. സംസ്ഥാന ചരിത്രത്തിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ മന്ത്രി ആരായിരുന്നു? VK വേലപ്പൻ. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി നടപ്പിലാക്കിയ മന്ത്രി ആരായിരുന്നു? MN ഗോവിന്ദൻ നായർ. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി നടപ്പിലാക്കിയ മന്ത്രി ആരായിരുന്നു? MN ഗോവിന്ദൻ നായർ. ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായ വ്യക്തി? VS അച്യുതാനന്ദൻ. ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായ വ്യക്തി? VS അച്യുതാനന്ദൻ. കേരളത്തിൻ്റെ 23ാമത്തെ മുഖ്യമന്ത്രി? പിണറായി വിജയൻ. കേരളത്തിൻ്റെ 23ാമത്തെ മുഖ്യമന്ത്രി? പിണറായി വിജയൻ. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരായിരുന്നു? ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരായിരുന്നു? ദാദാഭായ് നവറോജി. ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ഗാന്ധിജി. ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ഗാന്ധിജി. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്? ഗാന്ധിജി. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്? ഗാന്ധിജി. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്? JC കുമാരപ്പ. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്? JC കുമാരപ്പ. 1998 നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ? അമർത്യ സെൻ. 1998 നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ? അമർത്യ സെൻ. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകൻ? PC മഹലനോബിസ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകൻ? PC മഹലനോബിസ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? PC മഹലനോബിസ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? PC മഹലനോബിസ്. ആരുടെ ജന്മദിനമായ ജൂൺ 29 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനമായി ആചരിക്കുന്നത്? PC മഹലനോബിസ്. ആരുടെ ജന്മദിനമായ ജൂൺ 29 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനമായി ആചരിക്കുന്നത്? PC മഹലനോബിസ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ ഭാരതീയ റിസർവ് ബാങ്ക് സ്ഥാപിതമായതെന്ന്? 1935 ഏപ്രിൽ 1. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ ഭാരതീയ റിസർവ് ബാങ്ക് സ്ഥാപിതമായതെന്ന്? 1935
ഏപ്രിൽ 1. ഭാരതീയ റിസർവ് ബാങ്ക് ആസ്ഥാനം മുംബൈ. ഭാരതീയ റിസർവ് ബാങ്ക് ആസ്ഥാനം മുംബൈ. ഭാരതീയ റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കപ്പെട്ടതെന്ന് 1949 ജനുവരി 1. ഭാരതീയ റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കപ്പെട്ടതെന്ന് 1949 ജനുവരി 1. എല്ലാ ബാങ്കുകളുടെയും അമരക്കാരൻ, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഭാരതീയ റിസർവ് ബാങ്ക്. എല്ലാ ബാങ്കുകളുടെയും അമരക്കാരൻ, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഭാരതീയ റിസർവ് ബാങ്ക്. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത്. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത്. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ആയ ആദ്യ ഇന്ത്യക്കാരൻ CD ദേശ്മുഖ്. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ഗവർണറായ ആദ്യ ഇന്ത്യക്കാരൻ CD ദേശ്മുഖ്. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ നിലവിലെ ഗവർണർ ശക്തികാന്ത ദാസ് 25. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ നിലവിലെ ഗവർണർ ശക്തികാന്ത് ദാസ് 25. ആധുനിക രീതിയിലുള്ള ആദ്യ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1770. ആധുനിക രീതിയിലുള്ള ആദ്യ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1770. ഇംപീരിയൽ ബാങ്ക് സ്ഥാപിതമായ വർഷം 1921. ഇംപീരിയൽ ബാങ്ക് സ്ഥാപിതമായ വർഷം 1921. ഇംപീരിയൽ ബാങ്ക് ഏത് വർഷമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്തത്? 1955 ജൂലൈ 1. ഇംപീരിയൽ ബാങ്ക് ഏത് വർഷമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്തത്? 1955 ജൂലൈ 1. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നിലവിൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 12. നിലവിൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 12. പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ ജില്ല നാഗൂർ, രാജസ്ഥാനിൽ. പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ ജില്ല നാഗൂർ, രാജസ്ഥാനിൽ. പഞ്ചായത്തി രാജ് സംവിധാനം രാജസ്ഥാനിൽ ഉദ്ഘാടനം ചെയ്തത് എന്നായിരുന്നു? 1959 ഒക്ടോബർ 2. പഞ്ചായത്തി രാജ് സംവിധാനം രാജസ്ഥാനിൽ ഉദ്ഘാടനം ചെയ്തത് എന്നായിരുന്നു? 1959 ഒക്ടോബർ 2. 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നതെന്ന്? 1993 ഏപ്രിൽ 24. 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നതെന്ന്? 1993 ഏപ്രിൽ 24. പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 24. പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 24. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് പരിശീലനം നൽകുന്ന കേരള സർക്കാർ സ്ഥാപനം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് പരിശീലനം നൽകുന്ന കേരള സർക്കാർ സ്ഥാപനം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. കില സ്ഥാപിതമായ വർഷം 1990. കില സ്ഥാപിതമായ വർഷം 1990. കിലയുടെ ആസ്ഥാനം മുളങ്കുന്നത്തുകാവ്, തൃശ്ശൂർ. കിലയുടെ ആസ്ഥാനം മുളങ്കുന്നത്തുകാവ്, തൃശ്ശൂർ.
നിലവിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ. നിലവിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം സ്വരാജ് ട്രോഫി. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം സ്വരാജ് ട്രോഫി. സ്വരാജ് ട്രോഫി നേടിയ ആദ്യ പഞ്ചായത്ത് കഞ്ഞിക്കുഴി, ആലപ്പുഴ ജില്ലയിൽ. സ്വരാജ് ട്രോഫി നേടിയ ആദ്യ പഞ്ചായത്ത് കഞ്ഞിക്കുഴി, ആലപ്പുഴ ജില്ലയിൽ. 2019-20 മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചത് പാപ്പിനിശ്ശേരി, കണ്ണൂർ ജില്ലയിൽ. 2019-20 മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചത് പാപ്പിനിശ്ശേരി, കണ്ണൂർ ജില്ലയിൽ. 2019-20 മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചത് മുഖത്തല, കൊല്ലം ജില്ലയിൽ. 2019-20 മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചത് മുഖത്തല, കൊല്ലം ജില്ലയിൽ. 2019-20 മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചത് തിരുവനന്തപുരം. 2019-20 മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചത് തിരുവനന്തപുരം. കേരളത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ച വർഷം 1956. കേരളത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ച വർഷം 1956. കേരളത്തിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1966. കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1966. കേരള ഫിഷറീസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എറണാകുളം. കേരള ഫിഷറീസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എറണാകുളം. കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ആസ്ഥാനം തിരുവനന്തപുരം. കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കൊച്ചി. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കൊച്ചി. നിലവിൽ കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. നിലവിൽ കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. 2010 സ്ഥാപിതമായ കേരള ഫിഷറീസ് സർവകലാശാലയുടെ ആസ്ഥാനം പനങ്ങാട്, കൊച്ചിയിൽ. 2010 സ്ഥാപിതമായ കേരള ഫിഷറീസ് സർവകലാശാലയുടെ ആസ്ഥാനം പനങ്ങാട്, കൊച്ചിയിൽ. കടലിലെ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ഫിഷറീസ് വകുപ്പ് കേരളത്തിൽ ആരംഭിച്ച മറൈൻ ആംബുലൻസുകൾ പ്രതീക്ഷ വിഴിഞ്ഞത്ത്, പ്രത്യാശ വൈപ്പിനിൽ, കാരുണ്യ ബേപ്പൂരിൽ. കടലിലെ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ഫിഷറീസ് വകുപ്പ് കേരളത്തിൽ ആരംഭിച്ച മറൈൻ ആംബുലൻസുകൾ പ്രതീക്ഷ വിഴിഞ്ഞത്ത്, പ്രത്യാശ വൈപ്പിനിൽ, കാരുണ്യ ബേപ്പൂരിൽ. ആരുടെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? ധ്യാൻ ചന്ദ്. ആരുടെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? ധ്യാൻ ചന്ദ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത്? ധ്യാൻ ചന്ദ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത്? ധ്യാൻ ചന്ദ്.
ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഒളിമ്പിക്സ് നടന്നത് എവിടെ? 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സ്. ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഒളിമ്പിക്സ് നടന്നത് എവിടെ? 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ. വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ അഭിനവ് ബിന്ദ്ര. വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ അഭിനവ് ബിന്ദ്ര. വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരൻ നീരജ് ചോപ്ര. വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരൻ നീരജ് ചോപ്ര. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി. ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത PV സിന്ധു. ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത PV സിന്ധു. ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ വേദിയായ വർഷം 1951 1982. ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ വേദിയായ വർഷം 1951 1982. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കമൽജിത്ത് സന്ധു. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കമൽജിത്ത് സന്ധു. ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ വർഷം 1983. ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ വർഷം 1983. ഇന്ത്യ ആദ്യമായി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ കപിൽ ദേവ്. ഇന്ത്യ ആദ്യമായി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ കപിൽ ദേവ്. ഇന്ത്യ രണ്ടാമതായി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ വർഷം 2011. ഇന്ത്യ രണ്ടാമതായി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ വർഷം 2011. ഇന്ത്യ രണ്ടാം തവണ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ MS ധോനി. ഇന്ത്യ രണ്ടാം തവണ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ MS ധോനി. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജ അഥവാ GV രാജ. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജ അഥവാ GV രാജ. സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 13 GV രാജയുടെ ജന്മദിനത്തിൽ. സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 13 GV രാജയുടെ ജന്മദിനത്തിൽ. ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപകൻ GV രാജ. ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപകൻ GV രാജ. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡന്റ് GV രാജ. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡന്റ് GV രാജ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മണൻ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മണൻ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത PT ഉഷ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത PT ഉഷ. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ആദ്യമായി സെമി ഫൈനലിലെത്തിയ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ആദ്യമായി സെമി ഫൈനലിലെത്തിയ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ആദ്യമായി ഫൈനലിലെത്തിയ ഇന്ത്യൻ വനിത PT ഉഷ.
ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ആദ്യമായി ഫൈനലിലെത്തിയ ഇന്ത്യൻ വനിത പി.ടി. ഉഷ. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ഷൈനി വിൽസൺ. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ഷൈനി വിൽസൺ. ഒളിമ്പിക്സ് മെഡൽ ജേതാവായ ആദ്യ മലയാളി കായിക താരം മാനുവൽ ഫെഡറിക്. ഒളിമ്പിക്സ് മെഡൽ ജേതാവായ ആദ്യ മലയാളി കായിക താരം മാനുവൽ ഫെഡറിക്. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി PR ശ്രീജേഷ്. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി PR ശ്രീജേഷ്. ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ കളിച്ച ആദ്യ മലയാളി താരം S ശ്രീശാന്ത്. ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ കളിച്ച ആദ്യ മലയാളി താരം S ശ്രീശാന്ത്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അഞ്ജു ബോബി ജോർജ്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അഞ്ജു ബോബി ജോർജ്. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ മലയാളി TC യോഹന്നാൻ. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ മലയാളി TC യോഹന്നാൻ. കേരളത്തിൽ നിന്നുള്ള ആദ്യ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ GN ഗോപാൽ. കേരളത്തിൽ നിന്നുള്ള ആദ്യ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ GN ഗോപാൽ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. 1975 ഏപ്രിൽ 19 റഷ്യയിലെ വോൾഗോഗ്രാഡിൽ നിന്നാണ് ആര്യഭട്ട വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമനിരീക്ഷണ ഉപഗ്രഹം ഭാസ്കര 1. ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമനിരീക്ഷണ ഉപഗ്രഹം ഭാസ്കര 1. ഇന്ത്യയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ച ആദ്യ ഇന്ത്യൻ കൃത്രിമ ഉപഗ്രഹം രോഹിണി RS-1. ഇന്ത്യയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ച ആദ്യ ഇന്ത്യൻ കൃത്രിമ ഉപഗ്രഹം രോഹിണി RS-1. SLV-3 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ. കാലാവസ്ഥാ പഠനങ്ങൾക്കു വേണ്ടി മാത്രമുള്ള ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം കൽപ്പന 1. കാലാവസ്ഥാ പഠനങ്ങൾക്കു വേണ്ടി മാത്രമുള്ള ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം കൽപ്പന 1. ബഹിരാകാശത്തെത്തിയ ആദ്യ ഭാരതീയൻ രാകേഷ് ശർമ്മ 1984. ബഹിരാകാശത്തെത്തിയ ആദ്യ ഭാരതീയൻ രാകേഷ് ശർമ്മ 1984. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം എഡ്യൂസാറ്റ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം എഡ്യൂസാറ്റ്. വിദ്യയുടെ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് എഡ്യൂസാറ്റ്. വിദ്യയുടെ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് എഡ്യൂസാറ്റ്. എഡ്യൂസാറ്റ് വിക്ഷേപിച്ചത് എന്നായിരുന്നു 2004 സെപ്റ്റംബർ 20. എഡ്യൂസാറ്റ് വിക്ഷേപിച്ചത് എന്നായിരുന്നു 2004 സെപ്റ്റംബർ 20. ഇന്ത്യ വിക്ഷേപിച്ചവയിൽ വച്ച് ഏറ്റവും ഭാരം കൂടിയ കൃത്രിമ ഉപഗ്രഹം ജിസാറ്റ് 11 5854 കിലോഗ്രാം. ഇന്ത്യ വിക്ഷേപിച്ചവയിൽ വച്ച് ഏറ്റവും ഭാരം കൂടിയ കൃത്രിമ ഉപഗ്രഹം ജിസാറ്റ് 11 5854 കിലോഗ്രാം.
വിജയകരമായി ഭ്രമണപഥത്തിലെത്തിയ ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം കലാംസാറ്റ് V2 1.2 കിലോഗ്രാം. വിജയകരമായി ഭ്രമണപഥത്തിലെത്തിയ ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം കലാംസാറ്റ് V2 1.2 കിലോഗ്രാം. ISROയുടെ 100ാം ബഹിരാകാശ ദൗത്യം 2012 വിക്ഷേപിച്ച വാഹനം PSLV-C-21. ISROയുടെ 100ാം ബഹിരാകാശ ദൗത്യം 2012 വിക്ഷേപിച്ച വാഹനം PSLV-C-21. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം കാർട്ടോസാറ്റ് 2. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം കാർട്ടോസാറ്റ് 2 PSLV-C-40 ഉപയോഗിച്ച് 2018 ജനുവരി 12-നാണ് വിക്ഷേപിച്ചത്. ISROയുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം അനുസാറ്റ്. ISROയുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം അനുസാറ്റ്. തമിഴ്നാട്ടിലെ അണ്ണാ യൂണിവേഴ്സിറ്റിയാണ് ഇത് നിർമ്മിച്ചത്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശ നിർമ്മിത റഡാർ ഇമേജിംഗ് ഉപഗ്രഹം റീസാറ്റ് 1. ഇന്ത്യയുടെ ആദ്യ തദ്ദേശ നിർമ്മിത റഡാർ ഇമേജിംഗ് ഉപഗ്രഹം റീസാറ്റ് 1. കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ഉപഗ്രഹം മെഗാട്രോപിക്സ്. കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ഉപഗ്രഹം മെഗാട്രോപിക്സ്. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ 1. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നായിരുന്നു? 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നായിരുന്നു? 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1-ന്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? PSLV-C-11. ചന്ദ്രയാൻ 1-ന്റെ വിക്ഷേപണ വാഹനം PSLV-C-11. ചന്ദ്രയാനിൻ്റെ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ G. മാധവൻ നായർ. ചന്ദ്രയാനിൻ്റെ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ G. മാധവൻ നായർ. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ 2. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നായിരുന്നു? 2019 ജൂലൈ 22. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നായിരുന്നു? 2019 ജൂലൈ 22. ചന്ദ്രയാൻ 2-ന്റെ വിക്ഷേപണ വാഹനം GSLV Mark 3 M1. ചന്ദ്രയാൻ 2-ന്റെ വിക്ഷേപണ വാഹനം GSLV Mark 3 M1. ചന്ദ്രയാൻ 2-ന്റെ മിഷൻ ഡയറക്ടർ റിതു കരിതാൽ. ചന്ദ്രയാൻ 2-ന്റെ മിഷൻ ഡയറക്ടർ റിതു കരിതാൽ. ചന്ദ്രയാൻ 2-ന്റെ പ്രൊജക്റ്റ് ഡയറക്ടർ മുത്തയ്യ വനിത. ചന്ദ്രയാൻ 2-ന്റെ പ്രൊജക്റ്റ് ഡയറക്ടർ മുത്തയ്യ വനിത. ചന്ദ്രയാൻ 2-ന്റെ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ K. ശിവൻ. ചന്ദ്രയാൻ 2-ന്റെ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ K. ശിവൻ. ഇന്ത്യയുടെ ആദ്യ ചൊവ്വ പര്യവേഷണ ദൗത്യം മംഗൾയാൻ. ഇന്ത്യയുടെ ആദ്യ ചൊവ്വ പര്യവേഷണ ദൗത്യം മംഗൾയാൻ. മംഗൾയാൻ വിക്ഷേപിച്ചത് എന്നായിരുന്നു? 2013 നവംബർ 5.
മംഗൾയാൻ വിക്ഷേപിച്ചത് എന്നായിരുന്നു? 2013 നവംബർ 5. മംഗൾയാനിൻ്റെ വിക്ഷേപണ വാഹനം PSLV C-25. മംഗൾയാനിൻ്റെ വിക്ഷേപണ വാഹനം PSLV C-25. മംഗൾയാൻ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ K. രാധാകൃഷ്ണൻ. മംഗൾയാൻ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ K. രാധാകൃഷ്ണൻ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യൻ ദൗത്യം ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യൻ ദൗത്യം ഗഗൻയാൻ. GSLV Mk3 റോക്കറ്റിൻ്റെ സഹായത്താൽ 3 പേരെ ബഹിരാകാശത്തെത്തിക്കാനാണ് ISRO ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലസ്കോപ്പ് ആസ്ട്രോസാറ്റ്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പ് ആസ്ട്രോസാറ്റ്. ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ചത് 2015 സെപ്റ്റംബർ 28. ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ചത് 2015 സെപ്റ്റംബർ 28. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ കലാരൂപം കൂടിയാട്ടം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ കലാരൂപം കൂടിയാട്ടം. കൂടിയാട്ടത്തിന് ശേഷം കേരളത്തിൽ നിന്ന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കലാരൂപം മുടിയേറ്റ്. കൂടിയാട്ടത്തിന് ശേഷം കേരളത്തിൽ നിന്ന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കലാരൂപം മുടിയേറ്റ്. കേന്ദ്ര സംഗീത നാടക അക്കാദമി അംഗീകരിച്ചിട്ടുള്ള ക്ലാസിക്കൽ നൃത്തരൂപങ്ങളുടെ എണ്ണം 8. കേന്ദ്ര സംഗീത നാടക അക്കാദമി അംഗീകരിച്ചിട്ടുള്ള ക്ലാസിക്കൽ നൃത്തരൂപങ്ങളുടെ എണ്ണം 8. കഥകളി, മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, സാത്രിയ, കഥക്, മണിപ്പൂരി, ഒഡീസി എന്നിവയാണ് 8 ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ. കലാമണ്ഡലം കൃഷ്ണൻ നായർ, കലാമണ്ഡലം രാമൻകുട്ടി നായർ എന്നിവർ ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. കലാമണ്ഡലം കൃഷ്ണൻ നായർ, കലാമണ്ഡലം രാമൻകുട്ടി നായർ എന്നിവർ ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. കഥകളിയുടെ കാഠിന്യം കുറച്ചും സാഹിത്യം ലഘൂകരിച്ചും ശാസ്ത്രീയത നഷ്ടപ്പെടാതെയും ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപം കേരള നടനം. കഥകളിയുടെ കാഠിന്യം കുറച്ചും സാഹിത്യം ലഘൂകരിച്ചും ശാസ്ത്രീയത നഷ്ടപ്പെടാതെയും ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപം കേരള നടനം. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ, കലാമണ്ഡലം രാധിക എന്നിവർ ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോഹിനിയാട്ടം. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ, കലാമണ്ഡലം രാധിക എന്നിവർ ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോഹിനിയാട്ടം. രുക്മണി ദേവി അരുണ്ടേൽ, പത്മ സുബ്രഹ്മണ്യം എന്നിവർ ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭരതനാട്യം. രുക്മിണി ദേവി അരുണ്ടേൽ, പത്മ സുബ്രഹ്മണ്യം എന്നിവർ ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭരതനാട്യം. ബാംഗ്ര ഗിഡ ഏത് സംസ്ഥാനത്തിലെ പ്രധാന നൃത്തരൂപമാണ്? പഞ്ചാബ്. ബാംഗ്ര ഗിഡ ഏത് സംസ്ഥാനത്തിലെ പ്രധാന നൃത്തരൂപമാണ്? പഞ്ചാബ്. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? മലപ്പുറം. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? മലപ്പുറം. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? കണ്ണൂർ. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? കണ്ണൂർ. ഒരു പ്രത്യേക സസ്യത്തിൻ്റെ മാത്രം
സംരക്ഷണത്തിനായി നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ സംരക്ഷണ കേന്ദ്രം കുറിഞ്ഞിമല സംരക്ഷണ കേന്ദ്രം ഇടുക്കിയിൽ. ഒരു പ്രത്യേക സസ്യത്തിൻ്റെ മാത്രം സംരക്ഷണത്തിനായി നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ സംരക്ഷണ കേന്ദ്രം കുറിഞ്ഞിമല സംരക്ഷണ കേന്ദ്രം ഇടുക്കിയിൽ. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.